ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ശിഖണ്ഡിനിയിലൂടെ ഉടലുകൾ മാറുന്ന പോരാളി എന്ന പുസ്തകമാണ്. ശിഖണ്ഡിനിയിലൂടെ ഒരു സത്വാന്വേഷണ യാത്ര. ചില പുസ്തകങ്ങൾ വെറും കഥകൾ മാത്രമല്ല, വായനക്കാരെ പുതിയ ചിന്തകളിലേക്കും തിരിച്ചറിവുകളിലേക്കും നയിക്കുന്ന നീണ്ട യാത്രകളാണവ. അത്തരത്തിൽ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു പുസ്തകമാണ് സുജാ മനോജ് രചിച്ച ശിഖണ്ഡിനിയിലൂടെ എന്ന നോവൽ. മഹാഭാരതത്തിലെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ശിഖണ്ഡിനി എന്ന ഈ ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഈ ക്യാരക്ടറിനെ കുറിച്ച് വായിക്കുന്നത് തന്നെ ഈ പുസ്തകത്തിലൂടെയാണ്. ശിഖണ്ഡിനി തന്റെ പ്രതികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു കഥാപാത്രമാണ്. ഈ കഥയിൽ മറ്റൊരു പ്രധാന കഥാപാത്രം കൂടിയുണ്ട്. ശിഖണ്ഡിനിക്ക് തന്റെ പ്രതികാരത്തിന് വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ് സ്തൂണൻ. ദവനവനത്തിൽ വെച്ച് ഇവർ ശിഖണ്ഡിയും സ്തൂണിയുമായി രൂപം മാറുന്നു. അതിനുശേഷം ശിഖണ്ഡി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തി ഭീഷ്മരെ തോൽപ്പിച്ചുകൊണ്ട് തന്റെ പ്രതികാരം തീർക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ശാപമോക്ഷം കിട്ടിയ യക്ഷനായ സ്തൂണനും അമ്മയുടെ പുനർജന്മമായ ശിഖണ്ഡിയും രണ്ട് ഊർജ്ജ സ്രോതസ്സുകളായി ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. വളരെ സാധാരണമായ ശൈലിയിലൂടെ ശക്തവും ഹൃദയസ്പർശിയുമായ ആശയങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കാൻ എഴുത്തുകാരിക്ക് സാധിച്ചിട്ടുണ്ട്. പുറം കാഴ്ചകൾ കൊണ്ട് മാത്രം ഒരു വ്യക്തിയെ വിലയിരുത്തരുതെന്നും ഓരോ മനുഷ്യന് പിന്നിലും പോരാട്ടത്തിന്റെ കഥകളുണ്ടെന്നും ഈ നോവൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.